ഇതോടുകൂടി പോലീസ് ഇവർക്ക് സുരക്ഷ ഒരുക്കി പുറത്തുകൊണ്ടുപോയതോടുകൂടി തന്നെ എസ്.എഫ്.ഐ പ്രവർത്തകർ വല്ലാതെ പ്രകോപിതരായി. പിന്നീട് എസ്.എഫ്.ഐ പ്രവർത്തകർ പോലീസ് തമ്മിലായിരുന്നു സംഘർഷമുണ്ടായിരുന്നു. നേരത്തെ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയുണ്ട്. പോലീസ് അവർ കാര്യമായി തന്നെ മർദ്ദനം കിട്ടിയിട്ടുണ്ട്. കാര്യമായി തന്നെ അവർ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. പ്രവർത്തകർ വല്ലാതെ അക്രമാസക്തരായി ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തകർ കടന്നു പോകുന്ന സ്ഥിതിയുണ്ട്. പിന്നീട് പോലീസ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പോലീസ് മറ്റ് നഗരത്തിലെ സ്റ്റേഷനുകളിൽ നിന്നടക്കം പോലീസുകാരെ എത്തിച്ചാണ് ഇവിടെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലേക്ക് ഒരു നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഒരിക്കലും ഒരു തരത്തിലും എത്തിയിട്ടില്ല. ഇപ്പോഴും പുറത്തു നിന്നും അകത്തു നിന്നും പലയിടങ്ങളിലായി സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗേറ്റ് സർവകലാശാല ഗേറ്റിന് മുൻവശത്ത്, അതായത് സർവകലാശാലയ്ക്കുള്ളിൽ ഗേറ്റിന് മുൻവശത്ത് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്.എഫ്.ഐയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പ്രവർത്തകരെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അത് ഒരു തരത്തിലും ഫലം കാണുന്നില്ല. പ്രവർത്തകർ വല്ലാതെ അക്രമാസക്തരാകുന്നു, വല്ലാതെ വയലന്റ് ആകുന്നു. തങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവർത്തകരെ ആക്രമിച്ചു എന്നാണ് എസ്.എഫ്.ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. പ്രകോപനങ്ങളൊന്നുമില്ലാതെ അക്രമത്തിന് വിധേയരാകേണ്ടി വന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നത്. കേസ് പ്രവർത്തകരുമായി എസ്.എഫ്.ഐ പ്രവർത്തകർ തങ്ങൾ 2 സീറ്റുകൾ, അതായത് ജനറൽ സീറ്റുകൾ ഒരെണ്ണവും അക്കൗണ്ട് കമ്മിറ്റിയിൽ ഒരു സീറ്റും 4 എക്സിക്യൂട്ടീവ് കമ്മിറ്റി സീറ്റുകളും പിടിച്ചിരുന്നു. അത്തരത്തിൽ 6 സീറ്റുകൾ ഒരു ജനറൽ സീറ്റിൽ 6 സീറ്റുകൾ കേസിൽ ബന്ധമാക്കാൻ കഴിഞ്ഞു. അതിൽ പ്രകോപിതരായിട്ടാണ് എസ്.എഫ്.ഐ പ്രവർത്തകർ അക്രമിക്കുന്നതാണ് കേസിന്റെ ആരോപണം. എന്നാൽ ഈ 2ൽ ഏതാണ് ശരിയെങ്കിൽ പോലും സംഘർഷമല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലും അയവില്ല. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ചലച്ചലായ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അതിനുശേഷം വലിയ പോരാട്ടം, വലിയ പ്രതിഷേധം, വലിയ സമരങ്ങളെല്ലാം തന്നെ നടന്നു വന്നിരുന്നു. അതിനുശേഷം വീണ്ടും കോടതി ഉത്തരവിന്റെ അടക്കം പിൻബലത്തിലാണ് ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഘട്ടത്തിൽ പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പരിക്കേറ്റ പ്രവർത്തകൻ കാറിൽ എസ്.എഫ്.ഐ പ്രവർത്തകനാണ് ഈ ആശുപത്രിയിലേക്ക് പോകുന്നത്. അയാളെ തലയ്ക്ക് പൊട്ടലേറ്റ പ്രവർത്തകരെയാണ് കൊണ്ടുപോകുന്നത്. പോലീസ് കേസ് തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഈ സംഘർഷം എങ്ങനെ നിവർത്തിക്കും, സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും പോലീസിലില്ല. പോലീസുകാർക്ക് അടക്കം മക്കളെ വിളിക്കേണ്ടി വന്നു. പറഞ്ഞിട്ട് പോലീസുകാരനെ അടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം നമ്മൾ കണ്ടു. ഒരു പോലീസുകാരനെ മറ്റു പോലീസുകാരെ ഇഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ജീവനെ കൊണ്ട് പോലീസുകാർ ഓടുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. എന്തായാലും സ്ഥിതി അതീവ ഗുരുതരമാണ്, അതീവ സങ്കീർണമായ സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 7 ജനറൽ സീറ്റുകളിൽ ഒരെണ്ണം കേസ് പിടിക്കുകയുണ്ടായി. കമ്മിറ്റി സീറ്റുകൾ 5 എണ്ണത്തിൽ ഒരെണ്ണം കേസ് പിടിക്കുകയുണ്ടായി. 4 എക്സിക്യൂട്ടീവ് കമ്മിറ്റി സീറ്റുകൾ, മൊത്തം 15 എക്സിക്യൂട്ടീവ് സീറ്റുകൾ ഉള്ളതിൽ അതിൽ 4 എണ്ണം തങ്ങൾ പിടിച്ചു എന്നാണ് കേസ് അവകാശപ്പെടുന്നത്. സ്വാഭാവികമായി കല്ലെറിഞ്ഞ അവസരത്തിൽ സ്വാഭാവികമായി ഞങ്ങളുടെ കുട്ടികളുടെ തലക്കാട് പോലീസ് അടിച്ചത് അകത്ത് നിന്ന് കുട്ടികളെ ഞങ്ങളുടെ തലയ്ക്ക് ഇതിനകത്ത് കുറെ ക്രിമിനൽ പോലീസുകാരുണ്ട്. നിലവിലുണ്ടായിരുന്ന യൂണിയൻ ഒരു ജനറൽ സീറ്റ് മാത്രം നഷ്ടപ്പെടുന്ന അവരെന്ത് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ രാവിലെ 24 hours രാവിലെ 12 മണിക്ക് എന്ത് പ്രകോപനം നഷ്ടപ്പെടുന്നത്? വളരെ സമാനമായിട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനമായി പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുക. ആ നിൽക്കുന്ന ഘട്ടത്തിലാണ് KSUകാരും യൂത്ത് കോൺഗ്രസ്സുകാരും പുറത്തുനിന്ന് തമ്പടിച്ച് കല്ലെറിയുന്നത്. അവരുടെ ഒരു പ്രവർത്തകർ തലപൊട്ടി. സ്വന്തം പ്രവർത്തകരകത്തുനിന്ന് ഓർത്തിട്ട് വേണ്ട കല്ലെറിയാൻ. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിന് KSUകാരകത്തേക്ക് വരുമല്ലോ. പുറത്തുനിന്ന് കല്ലെറിഞ്ഞപ്പോൾ അകത്തൊരു KSU പ്രവർത്തകർ തലപൊട്ടി. ഒരു വിഷ്വൽ കണ്ട് കാണുമല്ലോ. ഇതാണ് യൂത്ത് കോൺഗ്രസും KSUവും കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിന്റെ സജ്ജീകരണം. ജയിക്കാനുള്ള സജ്ജീകരണമല്ല, വിദ്യാർത്ഥികളെ അടിക്കാനുള്ള സജ്ജീകരണം. അതാണല്ലോ അവർ നീണ്ട കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് മുക്കിയിട്ട് ഓടിയവരല്ലേ അവര്. എന്ത് അട്ടിമറി സീറ്റാ ജയിച്ചവര്? യൂണിയൻ ജയിച്ചാരാ? യൂണിയൻ തെരഞ്ഞെടുപ്പ് ജയിച്ചാരാ? ഭൂരിഭാഗം 15-ൽ 11 എക്സിക്യൂട്ടീവ് ജയിച്ചാരാ? 5-ൽ 4 എക്സിക്യൂട്ടീവ് ജയിച്ച, പിന്നെ അക്കൗണ്ട്സ് കമ്മിറ്റി ജയിച്ചാരാ? യൂണിയൻ ജയിച്ചാരാ? എത്ര വോട്ടിനാണ് യൂണിയൻ ജയിച്ചു? യൂണിയന്റെ ഭൂരിപക്ഷം എത്രയാ? ജനറൽ സെക്രട്ടറിയുടെ ഭൂരിപക്ഷം എത്രയാ? ചെയർമാന്റെ ഭൂരിപക്ഷം എത്രയാ? എന്താ കുറഞ്ഞോ? ഭൂരിപക്ഷം കുറഞ്ഞോ? പ്രിഫറൻസ് വോട്ടിൽ അങ്ങനെ ചില സീറ്റൊക്കെ ജയിക്കാൻ കഴിയും യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ. അത് ആകെ വിജയമെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാൻ മുമ്പ് ലിസ്റ്റ് വരും. നിങ്ങൾ നോക്ക് എത്ര SFIക്കാരെ ജയിച്ചു വരാൻ പോകുന്നു, എത്ര KSUകാരുണ്ട് നോക്ക്. ന്യൂനപക്ഷമൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും KSU സർവകലാശാല ജയിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ജയിച്ച് പോകാൻ വേണ്ടി ഇന്നവരാണോ ഈ സംഘർഷം ഉണ്ടാക്കിയത്? അങ്ങനെ വിജയിച്ചവരാണെങ്കിൽ സംഘർഷം ഉണ്ടാക്കൂ. ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ വിജയിച്ചവരാണെങ്കിൽ സംഘർഷം ഉണ്ടാക്കൂ. ഞങ്ങൾക്ക് ഇങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പറ്റി മനസ്സിലാക്കാൻ 5 ഞങ്ങളുടെ സഖാക്കൾ പരിക്കുപറ്റി ഇവിടെ നിൽക്കുകയാണ്.